വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ SSC GDയുടെ വേക്കൻസീസ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ? നമ്മുടെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാം. വളരെ വലിയ ഒരു വേക്കൻസി ആയിരുന്നു ഇപ്രാവശ്യം വിളിച്ചിരുന്നത്. മൊത്തം 39,481 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ കുറച്ച് കാലം SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ SSC GD എക്സാംസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് റീസണിങ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, GK ഉണ്ടാവും, പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഉണ്ടാവും. ഓരോ പാർട്ടിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് വരിക. അതായത് മൊത്തം 80 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ഇതിനകത്ത് തന്നെ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പം മൊത്തം 80 × 2 160 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ എക്സാം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എക്സാം പാറ്റേൺ എല്ലാവർക്കും ക്ലിയർ ആണ്. ഒരുവിധം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ അറിയാമായിരിക്കും. അപ്പം നിങ്ങൾ ഇനി സ്ട്രോങ് ബേസ് ഉള്ള, ഒരുപാട് നാളായിട്ട് SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ SSC GD എഴുതി നല്ലൊരു മാർക്ക് കിട്ടി ജസ്റ്റ് ഫിസിക്കലിന് പോയവരോ അല്ലെങ്കിൽ കട്ട് ഓഫിനോട് അടുത്തെത്തിയവരോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം SSC എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബാക്കിയുള്ള SSC CGL CHSL MTS ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു എക്സാമാണ് SSC GD. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ തന്നെ സ്ട്രോങ് ബേസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം. എവിടെ നിന്ന് പഠിക്കും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്ന് പഠിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്തിട്ടുള്ള ബുക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, പിന്നാക്കിൾ എന്ന് പറയുന്ന ബുക്കുണ്ട്. ഓക്കെ, പിന്നാക്കിൾ എന്ന് പറയുന്ന ബുക്കുണ്ട്. ഈ ബുക്കിൻ്റെ എല്ലാ സബ്ജക്ട്സും നമുക്ക് കിട്ടും അല്ലേ? മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും, അതുപോലെ റീസണിങ് കിട്ടും, GK കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പിന്നാക്കിൾ പോലുള്ള ബുക്കുകളിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത്തരം ബുക്കുകളിൽ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കൺവെൻഷണൽ മെത്തേഡുകളായിരിക്കും കൊടുക്കുക, എക്സ്പെഷ്യലി മാത്സിന്. അപ്പോൾ അവിടെ നിങ്ങൾ ഒന്ന് നോക്കുക. എപ്പോഴും എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ട്രിക്കുകൾ പലപ്പോഴും ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബുക്കുകളിൽ കാണാറില്ല, അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകളൊന്നും പറയാറില്ല. ഇനി അഥവാ നമുക്ക്, അതായത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കൊരു ബുക്ക് അവർ പ്രിൻറ്റ് ചെയ്ത് തരുമ്പോൾ അത് വായിക്കുന്ന എനിക്ക് മനസ്സിലാവണം അല്ലേ? എനിക്ക് മനസ്സിലാവണമെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയേ പറ്റൂ. അല്ലാതെ ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ആൻസർ എഴുതി തരാം, അത് കാണുന്ന എനിക്ക് അവരെന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവത്തില്ല. ഓക്കെ, അത് ആരുടെയും തെറ്റല്ല. പക്ഷേ മെത്തേഡ്സ് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെൻറ്ററിൻ്റെ അല്ലെങ്കിൽ നല്ല ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്ന് പഠിക്കുക. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ബുക്കുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും തന്നെ കിട്ടും. GKയുടെ ഒക്കെ വളരെ നല്ലതാണ്. ഓരോ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്സും റീസണിങ്ങും ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷിൻ്റെ വൊക്കാബ് പാർട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ വരാറുണ്ട്. ഈ വൊക്കാബ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇംഗ്ലീഷിൻ്റെ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഒരു 500-600 പേജുള്ള ഒരു ബുക്കാണ്. അതിനകത്ത് 10,000 വൊക്കാബുലറീസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ച് റിവൈസ് ചെയ്ത് പഠിക്കാം. അതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ എക്സാംസിന് ഉറപ്പായിട്ടും വീണ്ടും ചോദിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക്ക് പഠിക്കാനാണെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും വളരെ നല്ലതാണ്. നിയോൺ പബ്ലിക്കേഷൻ്റെ ബുക്കുകൾ നല്ലതാണ്, അത് ഫോളോ ചെയ്യാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ YCTയുടെ SSCയുടെ ബുക്കുകളുമുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് YCTയുടെ SSCയുടെ ബുക്കുകളുമുണ്ട്. ഇത് GD മാത്രമല്ല, എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. അതിൽ നിന്ന് GDയുടെ നിങ്ങൾക്ക് പിക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ രീതികളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യാനും അതിൽ നിന്ന് വരുന്ന GK ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്ട്രാ കണ്ടൻസ് നിങ്ങൾക്ക് എഴുതിയെടുത്ത് അതിൻ്റെ ഒരു റിലേറ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാം നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സ്ഥിരമായിട്ട് നിങ്ങൾ ഫസ്റ്റ് പഠിച്ച് ഒരു ബേസ് ഉള്ള ആളാണെങ്കിൽ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്ത് തന്നെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഇനി നിങ്ങൾ ഇതിനു മുന്നേ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, പുതിയതായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് മാത്സ്, റീസണിങ്, ഈ രണ്ട് സാധനങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്താണ്, ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽസ് എന്താണ്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ സ്കൂളിൽ പഠിച്ചത് അവിടെ മറന്നിട്ട് വന്നവർ കാണും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്താണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അതുപോലെ GK സബ്ജക്റ്റുകളിൽ വരുമ്പോഴും ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യുന്ന ടൈപ്പ് GK ക്വസ്റ്റ്യൻസ് കാണും അല്ലേ. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം പോലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാ, ന്യൂട്രോൺ കണ്ടുപിടിച്ചതാരാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയുന്ന ഒരു കോമ്പറ്റീഷൻ ലെവലിലുള്ള എല്ലാവരും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം, വേറൊന്നും കൊണ്ടല്ല, അത് എല്ലാവരും ആൻസർ ചെയ്യും. അതിനുശേഷം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലേ, എക്സ്ട്രാ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം വേണം അത് പഠിക്കാൻ, അത് നിങ്ങളെ ബെറ്റർ റാങ്കിലേക്ക് എത്തിക്കും. പക്ഷെ ബേസിക് കാര്യങ്ങൾ നിങ്ങളെ കോമ്പറ്റീഷനിലേക്കേ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസ് നിങ്ങൾ ആദ്യം സ്ട്രോങ് ആക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും എക്സ്ട്രാ ഫാക്ടേഴ്സും എല്ലാം പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഈ പറഞ്ഞ ബുക്കുകൾ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാം വളരെ നല്ല ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈബ്രറികളിൽ നിന്ന് ഒന്നുകിൽ ഈ ബുക്കുകൾ എടുത്ത് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഈ ബുക്കുകൾ ഓർഡർ ചെയ്ത് പഠിക്കാം. ഇനി ഇത് രണ്ടുമല്ല, നിങ്ങൾക്ക് എന്താ പറയുക, ഇത്രയും ബുക്കുകളൊന്നും വാങ്ങാൻ വയ്യ, ഓരോ ബുക്കും 500 1000 പേജ് വെച്ചുണ്ട്, ഇതിന് ഏത് പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ബുക്കിൽ എന്തെങ്കിലും പ്രിൻറ്റിങ് ഇറർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പേടിയും സംശയവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റായിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാക്കി പഠിക്കാൻ ഒരു ട്രസ്റ്റ് പോകും. ഇത് കറക്റ്റാണോ നമ്മൾ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പഠിക്കുന്ന ഒരു അവസ്ഥ വരും. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റ് വരത്തുള്ളൂ, പക്ഷെ അതിൽ തെറ്റ് ഏതാണെന്ന് അറിഞ്ഞുകൊടുത്തൊരു പ്രശ്നമല്ലേ, പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ ഹ്യൂമൻ എറർ ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ നല്ലൊരു കോഴ്സാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ലൊരു കോഴ്സ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ കോഴ്സ് വഴി ജോലി കിട്ടിയ ആൾക്കാരാണ് ഇത്രയും പേര് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സുകൾ മാത്രം ഫോക്കസ് ചെയ്ത് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത അതെല്ലാം നിങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് തരുന്ന ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സുകൾ. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങി വെച്ച് പഠിച്ചാലും മതി, അത് നിങ്ങളുടെ ചോയ്സാണ്. ക്ലാസ്സും 2999 റുപ്പീസിനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. 350 അവറോളം വരുന്ന ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണും. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാൻ നിങ്ങൾ അഥവാ ബിസി ആണെങ്കിലും അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് ആപ്പിൽ തന്നെ കാണും. മോക്ക് ടെസ്റ്റുകളാണ്. ഈ ലൈവ് സെഷനിലായാലും നമ്മൾ എപ്പോഴും ബേസിക് മെത്തേഡ്സ്, ഷോർട്ട് കട്ട്സ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതെങ്ങനെ ചെയ്യാം, അതിൻ്റെ ട്രിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും. മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ലൈവായിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ആണ്. ഫാക്കൾട്ടീസിനെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അവരോട് സംസാരിച്ച് പഠിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ലൈവ് സെഷനിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് പഠിക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ ലൈവിൽ കയറാൻ പറ്റിയില്ല, നിങ്ങൾ റെക്കോർഡിനാണ് കണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു റിസോഴ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും കൂടെ കാണും. മെൻറ്റർ ത്രൂ ഔട്ട് നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ബേസ് ഉള്ള ഒരാളാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഇനി ആദ്യമായിട്ട് തുടങ്ങുന്ന ആളാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കുക, അത് കഴിഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ കോഴ്സ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ നമ്പർ, നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അല്ല, നിങ്ങൾ ബുക്ക് വാങ്ങിച്ച് വെച്ച് പഠിക്കാനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ മെത്തേഡ്സ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനും കൂടെ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇനി അത്രയല്ലേ സമയമുള്ളൂ, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏറ്റവും നല്ല മെത്തേഡ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇറർ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ.
എത്രയും പെട്ടെന്ന് എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അപ്പോൾ എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളോടും പറയണം, ഞങ്ങളും വളരെ ഹാപ്പി ആയിരിക്കും. അപ്പം കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇനി എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.